നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കാലാവസ്ഥാ വ്യതിയാനം തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. 27 വരെയാണ് ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കനത്ത ചൂടിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായാണ് മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. അസീർ, അൽബാഹ, ജിസാൻ, മക്ക, നജ്റാൻ, അൽ ഖാസിം, റിയാദ്, ഹായിൽ മേഖലകളിൽ മണിക്കൂറിൽ 55 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള പൊടിക്കാറ്റിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ പേമാരിയും ആലിപ്പഴ വർഷവും ഉണ്ടാകും. തബൂക്ക്, മദീന, അൽജൌഫ്, വടക്കൻ അതിർത്തികൾ എന്നിവിടങ്ങളിലും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അസീറിലെ കുന്നുകളിലും ആലിപ്പഴ വീഴ്ചയുണ്ടാകും. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ പ്രവാസി കുടുംബങ്ങളും യാത്രയ്ക്ക് ഇറങ്ങുന്നുണ്ട്. മഴയ്ക്കനുസരിച്ച് യാത്രയിൽ മുൻകരുതൽ സ്വീകരിക്കണം. വാഹനത്തിൽ ആവശ്യമായ വസ്തുക്കളും മെയിന്റനൻസ് വസ്തുക്കളും ഉറപ്പുവരുത്തുകയും വേണം. അതേസമയം സൗദി അറേബ്യയിൽ സാധാരണ സമയത്തെ അപേക്ഷിച്ച് അവധി ദിവസങ്ങളിൽ വാഹനങ്ങളുടെ അപകട നിരക്ക് മുൻകാലങ്ങളിൽ നിന്ന് 15% വർദ്ധിച്ചതായി റോഡ്സ് ജനറൽ അതോറിറ്റി വ്യക്തമാക്കി. ഈദുൽ ഫിത്തർ അവധിയോടനുബന്ധിച്ച് ഗതാഗത സുരക്ഷയ്ക്കുള്ള മന്ത്രിതല സമിതിയുമായി സഹകരിച്ച് സുരക്ഷിത അവധിക്കാലം എന്ന ശീർഷകത്തിൽ ബോധവത്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരുന്നു. ഡ്രൈവറും മറ്റ് യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം പൊതുജനത്തെ ബോധ്യപ്പെടുത്തി. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, വേഗപരിധി പാലിക്കുക എന്നിവയുടെ ആവശ്യകതയും നിഷ്കർഷിച്ചു. കുട്ടികളുടെ കസേരകൾ കാറിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് തന്നെ വെക്കുന്നത് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യമാണ്. പ്രത്യേകിച്ചും കാർ അപകടത്തിൽപ്പെട്ടാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്നതിന് മുൻപ് ടയറുകളും വാഹനത്തിലെ മറ്റ് ഉപകരണങ്ങളും പരിശോധിക്കണം. ഡ്രൈവർമാർക്ക് മതിയായ ഉറക്കം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മഴക്കാലത്തും കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുമ്പോഴും വാഹനങ്ങൾ ഓടിക്കുന്നത് സുരക്ഷിതമല്ലെന്നും അടിയന്തര ഘട്ടങ്ങളിലല്ലാതെ അതിന് മുതിരരുതെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.